94.7 FM. Stay tuned and enjoy good music. Only on Radio Asia 94.7 FM. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇൻ ഫോക്കസിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നത് ഞാൻ രമേഷ് പയ്യന്നൂർ. ഇൻ ഫോക്കസിൽ നിന്ന് നമ്മളോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് പ്രമുഖ ലീഗൽ കൺസൾട്ടന്റായ ആന്റണി വിൻസെന്റ് ആണ്. അദ്ദേഹം ജിഹാദ് സയ്യിദ് ബിൻ സാഹു അഡ്വക്കേറ്റ്സ് ആൻഡ് ലീഗൽ കൺസൾട്ടൻസിലാണ് ജോലി ചെയ്യുന്നത്. സമൂഹത്തിൽ ഒരുപാട് ആൾക്കാർ നിയമസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിൽ അകപ്പെട്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട്. നമുക്കറിയാം, നാട്ടിലേക്ക് പോകാൻ പോലും കഴിയാതെ നിയമക്കുരുക്കുകളിൽപ്പെട്ട് കഴിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതുപോലെ തന്നെയാണ് സാമ്പത്തികമായിട്ടുള്ള കടക്കണിയിൽപ്പെട്ട് കഴിയുന്ന ഒരുപാട് ആൾക്കാർ. അത്തരം കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ആന്റണി വിൻസെന്റ് നമ്മളോട് സംസാരിക്കുന്നത്. അപ്പൊ നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചറിയാം ഇവിടുത്തെ ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്തൊക്കെയാണ്, അതിനെന്താണ് പരിഹാരം, ഏതൊക്കെ രീതിയിലാണ് നമുക്കത് കൈകാര്യം ചെയ്യാൻ കഴിയുക, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നമുക്കിതിൽ സംസാരിക്കാനുണ്ട്. ആന്റണി വിൻസെന്റിനെ നമുക്ക് ഈ തത്സമയ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഗുഡ് ആഫ്റ്റർനൂൺ ആന്റണി വിൻസെന്റ്, ഇൻ ഫോക്കസിലേക്ക് സ്വാഗതം. ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പൊ ഞാൻ പറഞ്ഞ ആ ഒരു വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. പ്രത്യേകിച്ച് ഈ ക്രെഡിറ്റ് കാർഡ് ഉപയോഗം. ഈ ക്രെഡിറ്റ് കാർഡിനെ നല്ല രീതിയിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഉപകാരപ്പെടും എന്ന രീതിയിൽ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ പല ആൾക്കാരും ഇതിന്റെ ഒരു അജ്ഞത മൂലം ക്രെഡിറ്റ് കാർഡ് എങ്ങനെ ഉപയോഗിക്കണമെന്നറിയാതെ വലിയ കടക്കടിയിൽപ്പെടുന്നു. അതിൽ നിന്ന് ക്രെഡിറ്റ് കാർഡിൽ നിന്ന് പൈസ എടുത്തിട്ട് ഭീമമായിട്ടുള്ള തുക തിരിച്ചടക്കേണ്ടി വരുന്നു. പല ആൾക്കാരും ഈ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. തീർച്ചയായിട്ടും നല്ല കാര്യം തന്നെയാണ്, അല്ലാന്ന് പറയുന്നില്ല. പക്ഷേ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് പൈസ പിൻവലിക്കുന്നത് വഴി ഭീമമായിട്ടുള്ള തുക തിരിച്ചടക്കേണ്ടി വരുന്ന ഒരുപാട് അവസ്ഥയുണ്ട്. അത് മാത്രമല്ല, ക്രെഡിറ്റ് കാർഡിൽ മാസാമാസം കൃത്യമായിട്ട് അങ്ങോട്ട് അടക്കേണ്ട തുകയെക്കുറിച്ചൊരു കൃത്യമായിട്ടുള്ള ബോധം ഇല്ലാതെ തന്നെ വളരെ നാമമാത്രമായിട്ടുള്ള തുക അടച്ചുകൊണ്ട് ഭീമമായിട്ടുള്ള പലിശ അടക്കേണ്ട ഗതിയിലേക്ക് പലരും വന്നിട്ടുണ്ട്. ശരിക്കും എങ്ങനെയാണ് ഈ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞു തുടങ്ങാം നമുക്ക്. ക്രെഡിറ്റ് കാർഡ് ഇന്ന് ഓൺലൈൻ പേയ്മെന്റിനും മറ്റും വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാർഡായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാനും അതുപോലെ ഷോപ്പിൽ പർച്ചേസ് ചെയ്യാനും അക്കൗണ്ട്സ് കീപ്പപ്പ് ചെയ്യാനും ആ സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ നമുക്ക് നല്ലൊരു ക്ലാരിറ്റി ഉണ്ടാവും എന്തിനൊക്കെയാണ് നമ്മൾ പൈസ സ്പെൻഡ് ചെയ്തതെന്നുള്ളതെല്ലാം. അപ്പോൾ ഇന്ന് നമുക്കത് ഒരു റെക്കോർഡിക്കലായിട്ടുള്ള ഡോക്യുമെന്റ് ആയിട്ട് കിട്ടുന്നതുകൊണ്ട് കാർഡ് വളരെ ഉപകാരമുള്ള ഒരു കാര്യമാണ്. പക്ഷെ പല ബാങ്കുകളിൽ നിന്നും കിട്ടാവുന്ന അത്ര കാർഡുകൾ നമ്മൾ എടുക്കുക, അത് സമയത്തിന് അടയ്ക്കാതെ വരുമ്പോഴൊക്കെയാണ് നമുക്ക് ഈ ഇൻട്രസ്റ്റും അതുപോലെ തന്നെ ലേറ്റ് പേയ്മെന്റ് ഫീയും മറ്റൊക്കെ ഇതിൽ അക്യുമുലേറ്റ് ചെയ്യണം. അതാണ് മാക്സിമം നമ്മൾ മോണിറ്റർ ചെയ്യണം. അതായത് കറക്റ്റ് ഇപ്പൊ 55 ദിവസത്തോളം നമുക്ക് കിട്ടുന്ന ക്രെഡിറ്റ് ലിമിറ്റ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. അതിൽ നിന്ന് പോയിന്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് പല സ്ഥലങ്ങളിൽ 50% ഡിസ്കൗണ്ട് ഉണ്ട്. ചിലപ്പോൾ ടിക്കറ്റ് ഫ്രീ ആയിട്ട് കിട്ടും. ഇതെല്ലാം യൂട്ടിലൈസ് ചെയ്യുന്നതിനനുസരിച്ചാണ് ശരിയായിട്ടുള്ള വിധത്തിൽ. ബാങ്ക്സ് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ബ്രെയിൻ ആണ്. നമ്മുടെ ഒക്കെ ബ്രെയിൻ്റെ ഒരുപാട് മടങ്ങ് ഉപയോഗിച്ചിട്ടാണ്, നമ്മുടെ വീക്ക്നെസ് കംപ്ലീറ്റ് സ്റ്റഡി ചെയ്തിട്ടാണ് ഇത്തരം പ്രൊഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യണത്. ഈ മാർക്കറ്റ് ചെയ്യുമ്പോൾ അതിനുപരിയായിട്ട് നമ്മൾ ഒന്ന് തിങ്ക് ചെയ്യേണ്ടതുണ്ട് അത് യൂസ് ചെയ്യുമ്പോൾ. അല്ല, തീർച്ചയായിട്ടും. ഒരു പക്ഷേ ഈ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവരാരായിരിക്കണം, ഏതൊക്കെ വിഭാഗങ്ങളിൽപ്പെട്ട ആളായിരിക്കണം, അവരെ നമ്മൾ എങ്ങനെയൊക്കെയാണ് സമീപിക്കേണ്ടതെന്ന് കൃത്യമായിട്ടുള്ള ഒരു പഠനം നടത്തിയ ശേഷമാണ് താങ്കൾ പറഞ്ഞതുപോലെ അവര് ഈ ക്രെഡിറ്റ് കാർഡ് നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കുന്നത്. പക്ഷെ അത് കൃത്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ കടക്കണിയിൽ പെട്ടുപോയി ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇതിന്റെ അതായത് ഈ ക്രെഡിറ്റ് കാർഡിൽ അടക്കാനുള്ള തുക കൂടി വന്ന് അത് കൃത്യമായിട്ട് അടക്കാതെ ഒരുപാട് കടബാധ്യത വന്ന ആൾക്കാർ നേരിടേണ്ടി വരുന്ന നിയമപ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഈ വർഷം ഗവൺമെന്റ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആൾക്കാർ. നമുക്ക് അതാത് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട്, പ്രത്യേകിച്ച് ദുബായ് എമിറേറ്റ്സിൽ പെട്ട ഒരു വ്യക്തിയുടെയാണ് ക്രെഡിറ്റ് കാർഡ് ഇതിൽ പേയ്മെന്റ് അക്യുമുലേറ്റ് ചെയ്ത് സമയത്തിന് അടയ്ക്കാൻ പറ്റാത്തെങ്കിൽ സ്വാഭാവികമായിട്ട് ബാങ്ക്സ് നമ്മുടെ ഒരു സെക്യൂരിറ്റി ചെക്ക് വാങ്ങിയിട്ടുണ്ടായിരിക്കും. ഈ ചെക്കാണ് അവർ പോലീസിൽ പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ സ്റ്റെപ്പ് 1 ആദ്യമായിട്ട് വരുന്നത് ബാങ്ക്സ് റിക്കവറി സെക്ഷനിൽ വിളികൾ തുടങ്ങും. റിക്കവറിക്ക് ശേഷം അവരുടെ ലീഗൽ ഡിപ്പാർട്ട്മെന്റ് വിളിച്ചു തുടങ്ങും. അതിനുശേഷമാണ് അവർ പോലീസിലേക്ക് ഈ സെക്യൂരിറ്റി ചെക്ക് കൊടുക്കുന്നത്. അപ്പൊ എക്സാമ്പിൾ, ഒരാൾക്കൊരു 50,000 ക്രെഡിറ്റ് ലിമിറ്റുള്ള കാർഡാണെങ്കിൽ ഒരു പക്ഷെ അവർ 5,000 അടയ്ക്കാനുള്ളെങ്കിലും ആ കാർഡ് അവർ പോലീസിൽ സബ്മിറ്റ് ചെയ്യുമ്പോൾ, അല്ല ആ ചെക്ക് അവർ പോലീസിൽ സബ്മിറ്റ് ചെയ്യുമ്പോൾ
ഓൾ 50,000 കേസ് ഇടുന്നത്. അപ്പോൾ നമ്മൾ പിന്നെ അവർ നെഗോസിയേഷന് വിളിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും അവിടെ ചെന്നിട്ട് അവർക്ക് ഇനി പാർട്ട് പേയ്മെന്റ് കൊടുക്കാമെന്നെല്ലാം പറഞ്ഞ് അവരായിട്ടൊരു സെറ്റിൽമെന്റിന് പോവാതിരിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. നേരെ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുക, നമ്മുടെ കേസ് നമ്പർ എടുക്കുക, നമ്മൾ ആ ഫയൽ നമുക്ക് അവിടെ തന്നെ എല്ലാ പോലീസ് സ്റ്റേഷനും ദുബായിൽ ഒരു 200,000 താഴെയുള്ള എമൗണ്ടിന് അതാത് പോലീസ് സ്റ്റേഷനിൽ നമുക്ക് പേയ്മെന്റ് നടത്താനുള്ള സംവിധാനമുണ്ട്. പക്ഷേ ഒരു ക്രിമിനൽ കേസ് ആയതിൻ്റെ പേരിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യാതെ അവർക്ക് അത് പ്രൊസീഡ് ചെയ്യാൻ പറ്റില്ല. നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ നമുക്ക് ഇതിൻ്റെ ഫൈൻ പറയും. ആ ഫൈൻ അടച്ചു കഴിഞ്ഞാൽ ആ കേസിൽ നിന്ന് നമ്മൾ പൂർണ്ണമായിട്ട് വിട്ടുപോരും, ക്രിമിനൽ കേസിൽ. പിന്നെ ഇതുവരെ സിവിൽ കേസായിട്ട് ഓപ്പൺ ചെയ്തത് വളരെ അപൂർവമായിട്ടുള്ള കാര്യങ്ങളാണ് ബാങ്ക്സ്. കാരണം ബാങ്ക്സ് നമ്മൾ ഈ കാർഡ് നമുക്ക് ഇഷ്യൂ ചെയ്യുമ്പോൾ അവർ നമ്മളിൽ നിന്ന് ഒരു ഇൻഷുറൻസ് കവറേജ് എടുക്കുന്നുണ്ട്. ആ ഇൻഷുറൻസ് അവർക്ക് ഇതിന് ശേഷം ക്ലെയിം ചെയ്യാൻ സാധിക്കും. പിന്നെ ഒരു സിവിൽ കേസിന് പോകുമ്പോഴാണ് പിന്നീട് നമ്മൾ നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് മറ്റുള്ളത്, അത് സാധാരണഗതിയിൽ വരാറില്ല. ഈ ചെക്ക് കേസുകളിൽ ഇതുപോലെ കാർഡിന്റെ കേസുകളിലൊക്കെ ഈ സിവിൽ കേസ് പിന്നീട് വന്നതായിട്ട് ഒരുപാട് അറിവുണ്ടല്ലോ, പല റിപ്പോർട്ടുകളും. ഈ സിവിൽ കേസ് വരുമ്പോൾ നമുക്കൊരു ലോയർ തുക തന്നെ ഡിഫെൻസ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളും എടുത്ത് നമ്മൾ ഇത്ര രൂപയാണ് ഇതിന്റെ പ്രിൻസിപ്പൽ അമൗണ്ട്സ് ആയിരുന്നത്, ഇത്ര നമ്മൾ അടച്ചിട്ടുണ്ട്, ഇതാണ് നമ്മുടെ ബാലൻസ് എന്നെല്ലാം നമ്മൾ കോടതിയെ ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് കോടതി വളരെ ചെറിയ പൈസയിൽ അത് സെറ്റിൽ ചെയ്ത് തരും. പിന്നെ കോടതിക്കും അറിയാം ഇതൊരുപാട് പലിശ ഈടാക്കുന്ന ഒരു സംവിധാനം എന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ന്യായമായ ഒരു വിധി കോടതി തരും. ഇപ്പോൾ ഈ ചെക്ക് കേസുകളിലും അതുപോലെ തന്നെ ഈ ക്രെഡിറ്റ് കാർഡിന്റെ കടബാധ്യത വന്ന ആൾക്കാരൊക്കെ ഈ പലപ്പോഴും കോടതിയെ സമീപിക്കുന്നു, പോലീസ് സ്റ്റേഷനെ സമീപിക്കുന്നു. ഇവിടുത്തെ ബാങ്കുകളൊക്കെ ഏത് രീതിയിലുള്ള സമീപനമാണ് കൈക്കൊള്ളുന്നത്? ഇതിപ്പോൾ കൃത്യമായിട്ട് തവണകളായിട്ടൊന്നും തിരിച്ചടക്കാൻ കഴിവില്ലാത്ത അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ശേഷിയില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അത്തരം കേസുകളോട് ബാങ്ക് എന്ത് തരം സമീപനമാണ് സ്വീകരിക്കുന്നത്? ഇവിടെയുള്ള പൊതുവായിട്ടുള്ളൊരു സമീപനം, ബാങ്ക് നമ്മൾ ഒരു ക്രെഡിറ്റ് കാർഡിൽ ക്രിമിനൽ കേസായിട്ട് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോകുന്ന ചെക്കിന് പേയ്മെന്റ് നടത്തി കഴിഞ്ഞ് കേസ് കഴിഞ്ഞു. പിന്നെ വിളിക്കുന്ന ആൾക്കാർ പലപ്പോഴും ഒരു ഏജൻസ് ആണ്. പലപ്പോഴും അവർ സംസാരിക്കുന്ന ഒരു ഭാഷ തന്നെ നമുക്ക് ഒരു അംഗീകരിക്കാൻ പറ്റാത്തതാണ്. പക്ഷെ ആ ഭാഷ അവർ ഉപയോഗിച്ചില്ലെങ്കിൽ അവർക്ക് റിക്കവർ ചെയ്യാൻ പറ്റില്ല. അത് ആ ഒരു ബിസിനസിന്റെ ഭാഗമായിട്ടേ നമ്മൾ കാണാൻ പാടുള്ളൂ. നമ്മളൊരു കാരണവശാലും അതുകൊണ്ട് പേടിക്കാൻ പാടില്ല. അല്ല, പലപ്പോഴും വിളിച്ചു ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ മോശമായിട്ട് സംസാരിച്ചു എന്നുള്ള പരാതികളൊക്കെ സ്ഥിരം കേൾക്കാറുണ്ട്. ഇവിടെയാണ് നമ്മുടെ ആൾക്കാര് ഏതെങ്കിലും വ്യക്തികള് ഫോണിലൂടെയോ മറ്റുള്ള ഏതെങ്കിലും മാധ്യമത്തിൽ കൂടെ നമ്മളെ ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾ പോലീസിൽ റിപ്പോർട്ട് ചെയ്യാം. തീർച്ചയായിട്ടും അതില്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പെട്ടുപോകുന്നത്. പിന്നെ നമ്മൾ ആരെങ്കിലും അറിയുമെന്നുള്ളൊരു ഭയം, അതും നമുക്ക് പലപ്പോഴും നല്ല അറിവുള്ളപ്പോൾ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഒരിക്കൽ എൻ്റെ അടുത്ത് വന്നു. അയാൾക്ക് 8-9 കേസ് ഉണ്ടായിരുന്നു, ഭാര്യയുണ്ട്, മക്കളെ കെട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ സമൂഹത്തിലൊരു പേര് നഷ്ടപ്പെടുന്നുള്ള പേടിയോണ്ട് അയാൾ കുറെ കാലം ഒരു സൂസൈഡ് സ്റ്റേജിലെത്തി. പിന്നീട് അയാളെ ഞാൻ ബലപ്പെടുത്തി, അങ്ങനെ രാത്രി 12 മണിക്കും 1 മണിക്കൊക്കെ പുള്ളി വിളിച്ച് ആളുടെ കേസുകളെല്ലാം ക്ലിയർ ചെയ്തു. ആൾ വളരെ ഹാപ്പി ആയി പോയി. അതിന് ശേഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ കുറിച്ച് ഭയപ്പെടേണ്ട ഒരു അത് ശരിയാണ്. ഇപ്പോ ഈ ഇത്തരം കേസുകളിൽ പെട്ടുകഴിഞ്ഞാൽ വലിയൊരു സാമ്പത്തിക ബാധ്യത വരുന്നു. അത് ഒറ്റയടിക്ക് അടച്ചു തീർക്കാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അതും തുച്ഛമായിട്ടുള്ള ശമ്പളം വാങ്ങിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ ഇവരൊക്കെ പിന്നെ ഈ ഇത്തരം കടക്കണികളിൽ പെട്ടുകഴിഞ്ഞാൽ അതിൽ നിന്ന് ഊരി വരാൻ വലിയ പ്രയാസമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ ക്രെഡിറ്റ് കാർഡ് എടുക്കണമെങ്കിൽ ശമ്പളം ഇത്ര ഉണ്ടായിരിക്കണം, അങ്ങനെ ചില നിബന്ധനകളൊക്കെ ഇപ്പൊ ഉണ്ടെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും പല ബാങ്ക് 3000 ദിർഹംസും അതേമാതിരി 5000 ദിർഹംസും മിനിമം ഉണ്ടെങ്കിൽ ഒക്കെയാണ് അവർ ക്രെഡിറ്റ് കാർഡ് ഇപ്പൊ കൊടുക്കുന്നത്. പഴയ മാതിരി നമുക്ക് തോന്നിയ മാതിരി ക്രെഡിറ്റ് കാർഡ്. പിന്നെ മാത്രമല്ല നമ്മുടെ ക്രെഡിറ്റ് ലിമിറ്റ്, അതായത് ഇപ്പൊ നമുക്ക് എത്ര സാലറി ഉണ്ടെങ്കിൽ അതിന്റെ ഇത്ര മടങ്ങ് വരെയാണ് നമുക്ക് ക്രെഡിറ്റ് ലിമിറ്റ്. അതപ്പോൾ ഒരു സെൻട്രൽ ബാങ്ക് ആയിട്ട് മറ്റുള്ള ബാങ്ക്സിൽ നമുക്ക് എത്ര കാർഡ് ഉണ്ടെന്ന് നോക്കി ആ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് പിന്നീട് ഒരു പുതിയ ബാങ്ക് ഒരു കാർഡ് കൊടുക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ ക്രെഡിറ്റ് ലിമിറ്റ് ഒക്കെ വളരെ കുറഞ്ഞു വന്നിട്ടുണ്ട്. ആൾക്കാർ അത് മിസ്യൂസ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ ഒരു സിവിൽ കേസായിട്ട് കോർട്ടിൽ പോവുകയാണെങ്കിൽ അതിന്റെ അവസാന ഒരു വിധി വന്നാൽ പോലും നമുക്ക് കോടതിയെ സമീപിച്ച് അതിന്റെ 30% അടച്ച് ബാക്കിയുള്ളത് 36 ഇൻസ്റ്റാൾമെന്റ് വരെ ആക്കി സംവിധാനം കോടതി തീർച്ചയായിട്ടും കൂടെ. അതിന് എക്സിക്യൂഷൻ സ്റ്റേജ് ആണ് അത്. ഫൈനൽ ജഡ്ജ്മെന്റ് ഒരു അപ്പീൽ ഫസ്റ്റ് കോർട്ടും കഴിഞ്ഞ് ഒരു അപ്പീൽ കോർട്ട് കഴിഞ്ഞ്
പിന്നെ എക്സിക്യൂഷൻ സ്റ്റേജിൽ വരുമ്പോൾ നമുക്ക് റിക്വസ്റ്റ് കൊടുക്കാം, ഇതിന്റെ 30% നമ്മൾ അടച്ച് ബാക്കിയുള്ളത് ഗഡുക്കളായിട്ട് അടയ്ക്കാം. അപ്പോൾ നമുക്കൊരു സിവിൽ, അപ്പോൾ നമുക്ക് ട്രാവൽ ബാനേ വരുന്നുള്ളൂ. ട്രാവൽ ബാൻ ഉണ്ടായിരിക്കും ആ സമയത്ത്, ഒരു ട്രാവൽ ബാൻ ഉണ്ടായിരിക്കും. പക്ഷെ നമ്മുടെ ജോലിക്ക് പോകാനും മറ്റുള്ളതിനൊന്നും ബുദ്ധിമുട്ടാവും. പക്ഷേ ഏറ്റവും നമ്മുടെ ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെങ്കിൽ, ക്രിമിനൽ കേസായിട്ട് ബാങ്ക് ചെക്ക് പോലീസിൽ കൊടുത്തിട്ടുണ്ടെന്നുള്ള മെസ്സേജ് വന്നു കഴിഞ്ഞാൽ, അല്ല എങ്കിൽ നമുക്ക് അങ്ങനെ സാധ്യതകളുണ്ട്. 3-4 മാസമായിട്ട് ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കാൻ പറ്റിയില്ല, പലരും വിളിച്ചു, എന്നിട്ടും നമ്മൾ അതിന് റെസ്പോണ്ട് ചെയ്തില്ല. അങ്ങനെ ഒരു പ്രഭാവത്തിൽ എവിടെയെങ്കിലും വഴിയിൽ പിടിക്കാനുള്ള സാധ്യത നമ്മൾ ഒഴിവാക്കണം. അത് നമ്മൾ അന്വേഷിച്ച് നമുക്ക് ഒരു കേസ് വിളി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയി റിപ്പോർട്ട് ചെയ്ത് നമ്മൾ അതിന്റെ ഫൈൻ അടച്ച് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കും. ഇത് എല്ലാ പോലീസ് സ്റ്റേഷനും ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യുന്നുണ്ടോ, അല്ല ഏതെങ്കിലും പർട്ടിക്കുലർ പോലീസ് സ്റ്റേഷനിലാണോ സമീപിക്കുന്നത്? ഇപ്പൊ നമുക്ക് ദുബായിലാണെങ്കിൽ 200,000 താഴെയുള്ളത് എല്ലാ പോലീസ് സ്റ്റേഷനിലും നമുക്ക് അടയ്ക്കാനുള്ള സംവിധാനമുണ്ട്. 200,000 മേലെയുള്ളത് നമ്മൾ വർഷ പോലീസ് സ്റ്റേഷനിലേക്ക് ഫയൽ ട്രാൻസ്ഫർ ആവും. 200 to 500 വരെ, 500 to 1 million വരെ അത് വീണ്ടും കോർട്ടിലേക്ക് പോയി പബ്ലിക് പ്രോസിക്യൂഷനിൽ നിന്ന് അതിന് ഒരു തീരുമാനം എടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. അതിൽ 1 million മേലെ ആവുമ്പോൾ ജഡ്ജ്മെന്റ് പോകണം. അത് ഇത് ഏകദേശം ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു ചെക്കിനാണെങ്കിലും ഇതേ റൂളാണ്. ഇത് ബാങ്കിന്റെ ലോൺ, ക്രെഡിറ്റ് കാർഡ് സംബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ സംസാരിച്ചത്. പക്ഷെ ഒരു വ്യക്തിയുടെ ഏതൊരു സ്ഥാപനത്തിനോ നമ്മളൊരു ചെക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ചെക്കിനും ഇത് തന്നെയാണ് നിയമം വരുന്നത്, ഒരു ക്രിമിനൽ കേസായിട്ട് വരുന്നത്. പക്ഷെ നമ്മുടെ ആൾക്കാർ അശ്രദ്ധ മൂലം എയർപോർട്ടിൽ പോയിട്ട് തിരിച്ചു വരേണ്ട ഒരു അവസ്ഥ നാട്ടിലുള്ള ആൾക്കാർ ഭയപ്പെടുന്നു. കാത്തു നിൽക്കുന്ന ആൾക്കാർക്ക് അവിടെ ആള് വന്നില്ല, എന്ത് സംഭവിച്ചു എന്നറിയാൻ ഒരവസ്ഥ. ഇത് പലപ്പോഴും നമ്മുടെ ആൾക്കാർ ഉണ്ടാക്കുന്ന കേസുകൾ. അത് അവർക്ക് തന്നെ അറിയാം, ഞാൻ ഡിഫോൾട്ട് ചെയ്തിട്ടുണ്ട്, ഇത്ര പേയ്മെന്റ് ഡിഫോൾട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇന്നാൾക്ക് ചെക്ക് കൊടുത്തിട്ടുണ്ട്, എനിക്ക് ചെക്ക് റിട്ടേൺ എന്നുള്ളതെല്ലാം അവർക്ക് ഇൻഫർമേഷൻ ബാങ്കിൽ നിന്ന് വരുന്നുണ്ട്. പക്ഷെ ഇതൊന്നും മാനിക്കാതെ ഇവര് പലപ്പോഴും ആൾക്കാർ ഇതൊക്കെ ഇഗ്നോർ ചെയ്യുന്നു എന്നുള്ളതാണ്. അതാണ് തീർച്ചയായിട്ടും അത്തരം അത് വളരെ ഇതാണ്. പ്രത്യേകിച്ച് ഇപ്പൊ കോവിഡ് ആയതിന്റെ പേരിൽ നമുക്ക് സഹായിച്ചത് കോവിഡിനെ നല്ലൊരു സമയം എന്ന് പറയാം. കാരണം ഇവര് പലപ്പോഴും എയർപോർട്ടിൽ നിന്ന് നേരെ ജയിലിൽ കൊണ്ടുപോകുന്നില്ല. ആദ്യമെല്ലാം അവർ 15 ദിവസം ക്വാറന്റൈൻ ചെയ്തിരുന്നു. ഇല്ല, ഇപ്പൊ നേരെ പാസ്പോർട്ട് വെച്ച് അവരോട് പൊക്കോളാൻ പറയും, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യാനേ പറയാറുള്ളൂ. അല്ല, ഏതെങ്കിലും കേസുകൾ ഡീപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടോ ആൾക്കാർ? ഡീപ്പോർട്ട് ചെയ്യപ്പെടുന്നത് സാധാരണ ഈ ക്രെഡിറ്റ് കാർഡ് സംബന്ധമായിട്ടൊന്നും വരില്ല. കൂടുതൽ ഡ്രഗ്സ്, അല്ലെങ്കിൽ കൂടുതൽ കള്ളുടി, വണ്ടി ഓടിച്ചു, അത്തരം കേസുകളിൽ മാത്രമേ ഉള്ളൂ ഡിപ്പോർട്ടേഷൻ ഇഷ്യൂ വരുന്നുള്ളൂ. പിന്നെ ഇനി നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് ഒരു പുതിയ അറിവിലേക്കായിട്ട് എടുക്കാണ്. ഏതെങ്കിലും വ്യക്തികള് തെറ്റായി ബന്ധങ്ങളുണ്ടെങ്കിൽ, അതായത് മദ്യം, അവരുടെ കൂട്ടുകെട്ടുകൾ മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ മോസ്റ്റ്ലി വളരെ ഇപ്പൊ തന്നെ കയ്യിൽ ബാൻഡ് ഇട്ട് വിടാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് ഒരു ക്രിമിനലിനെ പിടിച്ചു കഴിഞ്ഞാൽ ഒരു ബാൻഡ് ഇട്ട് വിട്ടു കഴിഞ്ഞാൽ ആ ബാൻഡിൽ ചിപ്പ് ആയിരിക്കും. അവരുമായിട്ട് സംബന്ധിക്കുന്ന വ്യക്തികളെ എല്ലാവരും അവര് പിടിച്ച് ഡിപ്പോർട്ട് ചെയ്യും. അവിടെ കോർട്ടിലേക്ക് പ്രസന്റ് ചെയ്യില്ല. കാരണം കോർട്ടിലെ പ്രസന്റ് ചെയ്യാത്തതിന്റെ കാരണം അവരുടെ എതിരെ ഒരു കേസോ അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്റേഷൻ കിട്ടുന്നില്ല. പക്ഷെ ഇവരുടെ നെറ്റ്വർക്കിൽ ഇവരുണ്ട്. അപ്പൊ പലരും നമ്മുടെ അടുത്ത് വന്ന് പറയും, എൻ്റെ ഒരു ഫ്രണ്ടിനെ പിടിച്ച് ഡിപ്പോർട്ട് ചെയ്തു, ഒരു കേസും ഇല്ല. പക്ഷെ അതിന് പിന്നിൽ ചില കാരണങ്ങളുണ്ട്. അപ്പൊ ഞാൻ പലരോടും ചോദിക്കും, എന്തുകൊണ്ട് എന്നെയോ നിന്നെയോ ഡിപ്പോർട്ട് ചെയ്തില്ല? അപ്പൊ നമ്മുടെ കൂട്ടുകെട്ടിന്റെ പ്രശ്നമാണത്. അത് തീർച്ചയായിട്ടും നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ അറിഞ്ഞുകൊണ്ടാണ്. ഒരു കാരണവശാലും എൻ്റെ അറിവ് ശരിയാണെങ്കിൽ പലപ്പോഴും നമുക്ക് വ്യക്തമായി കാര്യങ്ങളെ കുറിച്ച് അറിയാം. മറ്റുള്ളവർ ഇന്ന കാര്യത്തിൽ ഇൻവോൾവ് ആണ്, അല്ലെങ്കിൽ ഇവൻ ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണെന്ന് അറിഞ്ഞുകൊണ്ട്
അവനായിട്ടുള്ള കൂട്ടുകെട്ടുകൾ കൂടുന്നതാണ് പ്രധാന കുഴപ്പം. നമ്മൾ വന്നിട്ടുള്ളത് ഇപ്പൊ നമുക്ക് തീർച്ചയായിട്ടും അല്ല, ഇത് നമ്മളിപ്പോ ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ ആ രാജ്യത്തിന്റെ റൂൾ എന്താണോ, അല്ലെങ്കിൽ ആ രാജ്യത്തെ ഓരോ ബാങ്കുകളും ഇത്തരം സ്ഥാപനങ്ങളൊക്കെ മുന്നോട്ട് വെക്കുന്ന വ്യവസ്ഥകൾ എന്തൊക്കെയാണോ അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, അത് നമ്മൾ അനുസരിച്ചിരിക്കണം. എങ്കിലേ നമുക്ക് ഇത്തരം പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. പക്ഷെ പലപ്പോഴും പലരും ചതിക്കപ്പെടുന്നു എന്നുള്ളതും നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഒരു പക്ഷേ ഇപ്പോൾ ഈ ക്രെഡിറ്റ് കാർഡിന്റെ കേസോ ചെക്ക് കേസോ ആയാൽ അത് ഞാൻ പെട്ടെന്ന് തന്നെ പരിഹരിച്ചതാന്ന് പറഞ്ഞ് ഇതിന്റെ ഇടയിൽ നിൽക്കുന്ന പല ഏജന്റുമാരും ഈ ചതിച്ചതായിട്ടുള്ള ചരിത്രം ഞാൻ കേട്ടിട്ടുണ്ട്. ഭീമമായിട്ടുള്ള തുക വാങ്ങിച്ചിട്ട് ആൾക്കാരെ പറ്റിച്ചിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ. തീർച്ചയായും ഇതിന് നമ്മൾ ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഫ്രീ ആയിട്ടുള്ള കൺസൾട്ടിങ് ആണ് എല്ലാവർക്കും കൊടുക്കുന്നത്. എന്നാൽ സാധിക്കുന്ന അത്ര ഞാൻ ഓഫീസിൽ വരാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാല് ഒരു ലിമിറ്റിന് മേലെ നമുക്ക് ഫോണിൽ കൂടെ അവരോട് സംസാരിക്കാൻ പറ്റുന്നു. എന്നിരുന്നാൽ പോലും ഞാൻ മാക്സിമം ഫോൺ അറ്റൻഡ് ചെയ്യും. ചില ദിവസം എനിക്ക് 200 മേലെ കോളുകളുള്ള ദിവസങ്ങളും ഉണ്ട്. ഫ്രീ സർവീസ് ആണ്. കാരണം അവർക്ക് വ്യക്തമായ ഒരു രൂപം അവർ നേരിട്ട് ഇരുന്നില്ലെങ്കിൽ ഇവര് പല കാര്യങ്ങളും നമ്മൾ ഇന്ന് ഹൈഡ് ചെയ്യും. ഫോണിൽ കൂടെ സംസാരിക്കുമ്പോൾ പലപ്പോഴും അല്ല, അത് നമുക്കിപ്പോ ഒരാള് നേരിട്ട് സംസാരിക്കുമ്പോഴാണ് അയാളുടെ മുഖഭാവത്തിൽ നിന്നും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വായിച്ചെടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ നേരിട്ട് സംസാരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. തീർച്ചയായും. ഓക്കെ, താങ്ക് യു ആന്റണി വിൻസെന്റ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ആന്റണി വിൻസെന്റ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽപ്പെട്ട് ഉഴലുന്ന ആൾക്കാർക്ക് വേണ്ടി ഫ്രീ സർവീസാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്യുന്ന നമ്പറൂടെ ഇപ്പോൾ FB ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ ആ നമ്പർ അനൗൺസ് ചെയ്യാം. 056-222-5242. ഈ നമ്പറിലാണ് അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യേണ്ടത്. 056-222-5242. അപ്പൊ നമ്മുടെ FB ലൈവ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി നമ്മൾ റേഡിയോ ലൈവിൽ റേഡിയോ ലൈവ് തുടരുമ്പോൾ ശ്രോതാക്കൾക്കും വിളിച്ച് സംശയങ്ങൾ ചോദിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നു. അപ്പൊ തൽക്കാലം നമ്മൾ FB ലൈവ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു ഓൾ. നമ്മൾ റേഡിയോ ലൈവ് തുടരുകയാണ്.